ഷൂട്ടിംഗിൽ രണ്ടിനങ്ങളിൽ കൂടിയ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ബാഡ്മിന്റണിൽ PV സിന്ധുവും മലയാളി താരം HS പ്രണോയും ജയത്തോടെ തുടങ്ങി. അപ്പോൾ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് നൽകും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ. അനിൽ, അപ്പോൾ ഇന്ത്യ മെഡൽ വേട്ട തുടങ്ങിയിട്ടുണ്ട്. മനു ഭാക്കർ നമ്മുടെ അഭിമാന താരമായി മാറുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിൽ വീണ്ടും ഇന്ത്യൻ പ്രതീക്ഷകൾ ഉയരുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ? ഒപ്പം തന്നെ ബാഡ്മിന്റണിൽ ഇനിയുള്ള എതിരാളികൾ ആരൊക്കെയാണ് ഇന്ത്യൻ താരങ്ങളുടെ? പ്രജിൻ, ഇന്ത്യ ഷൂട്ടിംഗ് റേഞ്ചിൽ അങ്ങനെ മെഡൽ വേട്ട തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും ഇന്ത്യക്ക് പ്രതീക്ഷിക്കുന്ന ഇനങ്ങൾ അവിടെ തന്നെയാണ്. 2 താരങ്ങൾ മെഡൽ പ്രതീക്ഷകളുമായി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലെ പുരുഷ വനിതാ വിഭാഗങ്ങളിലാണ് രമിതയും അർജുനും ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. നാളെയാണ് ആ ഫൈനൽ മത്സരം നടക്കുന്നത്. രണ്ടിലും നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ മനു ഭാക്കർ പങ്കെടുക്കുന്ന മിക്സഡ് ഇവൻറ്റും നാളെയുണ്ട്. അതിൻ്റെ പ്രിലിമിനറി റൗണ്ടുണ്ട്. അതിൻ്റെ മെഡൽ കാര്യത്തിലും നാളെ തന്നെ തീരുമാനമാവുമെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അങ്ങനെ നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഇന്ത്യയുടെ കൂടുതൽ മെഡൽ മുഴക്കങ്ങൾ കേൾക്കാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ബാഡ്മിൻ്റണിലും ഇന്ത്യയുടെ കുതിപ്പാണ്. ഇന്ന് ഇന്ത്യ ഏറ്റവും മെഡൽ പ്രതീക്ഷ വയ്ക്കുന്ന PV സിന്ധു ജയത്തോടെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയാളികളുടെ അഭിമാനം HS പ്രണോയും അദ്ദേഹത്തിനും ജയത്തോടെ തുടങ്ങാനായി. അങ്ങനെയുടെ ഇന്ത്യക്കായി മത്സരിക്കുന്ന എല്ലാ താരങ്ങളും ബാഡ്മിൻ്റണിൽ ആദ്യ റൗണ്ടിൽ അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. വരും മത്സരങ്ങളിലും ഇന്ത്യക്ക് ആ മികവ് പുലർത്താൻ സാധിക്കുമെന്നും ഒപ്പം തന്നെ ബാഡ്മിൻ്റണിൽ എല്ലാ കാലത്തും കഴിഞ്ഞ ഒളിമ്പിക്സുകളിലൊക്കെ തന്നെ ഇന്ത്യ മെഡൽ നേടിയിട്ടുണ്ട്. ഇത്തവണ അത് ആവർത്തിക്കുമെന്ന് നമുക്ക് അങ്ങനെ കരുതാം. ഒപ്പം തന്നെ ഒരു നിരാശ ഇന്നുണ്ടായിരിക്കുന്നത് അജന്ത ശരത് കമാലിന് ടേബിൾ ടെന്നീസിൽ ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റുപുറത്തായി എന്നത് മാത്രമാണ്. ഒപ്പം തന്നെ റോവിങ്ങിൽ ബൽരാജ് പൻവാർ ക്വാർട്ടറിലേക്ക് മുന്നേറി എന്ന സന്തോഷമുണ്ട്. ഏറ്റവും ഒടുവിൽ നിഖാത് സരീൻ്റെ ബോക്സിങ്ങിൽ ആദ്യ റൗണ്ടിൽ ഒരു മികച്ച വിജയം സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യക്ക് ഏറെക്കുറെ എന്ന് വെച്ചാൽ ഭൂരിഭാഗം മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണ്. മെഡലുണ്ട്, ഒപ്പം തന്നെ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഒരു നിരാശ അജന്ത ശരത് കമാലിൻ്റെ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് മലയാളികൾക്ക് HS പ്രണോയുടെ വിജയം കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ ഈ ഒരു മെഡൽ തിളക്കം റെക്കോർഡ് നമ്പറിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലാണ് 7 മെഡലുകൾ നേടി ഇന്ത്യ സർവകാല റെക്കോർഡ് ഇട്ടത്. ഇത്തവണ അത് 10ലേക്ക് നീളുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2ാം ദിനത്തിലെ ഈ മെഡൽ തിളക്കം വരും ദിവസങ്ങളിലും ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജിൻ, പ്രവിത. ശരി, അനിൽ വാസുദേവാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റുകൾ നൽകിയത്.